ഹായ് നമസ്കാരം ഫാസിലാണ്. ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളൊരു 4 ദിവസം മുന്നേ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിൽ 1 വയസ്സും 3 മാസവും ആയിട്ടുള്ള ഒരു കുട്ടി പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടു പരിസരത്തൊക്കെ, കാരണം ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് കാണുന്ന വെനമുള്ള പാമ്പുകളായിട്ടുള്ള അണലും മൂർഖനൊക്കെ ഇണ ചേരുന്ന ഒരു സമയമാണ് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ. അപ്പോൾ നമ്മളെ വീട്ടു പരിസരത്തൊക്കെ വരാം, വീടിൻ്റെ സ്റ്റെപ്പിൻ്റെ താഴത്തായിട്ടൊക്കെ വരാം. ഇപ്പോൾ ആ കുട്ടി എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്ത് കളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇതിന് കടിയേറ്റത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വീടിൻ്റെ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു ടൈമിലെങ്കിലും നമ്മൾ വൃത്തിയാക്കി വെക്കുക. വീടിനോട് ചേർന്നിട്ട് നമ്മൾ പഴയ സാധനങ്ങളോ അങ്ങനെയൊന്നും അട്ടിയിടാതെ അല്ലെങ്കിൽ കെട്ടിവെക്കാതെ ഇരിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കുട്ടികളൊക്കെ പുറത്ത് കളിക്കുന്നുണ്ട്. ഇപ്പം ചെറിയ കുട്ടികളാ വെച്ചാൽ പറയാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ, ഇത് ഇന്ന കാര്യമാണെന്ന് പറയാൻ പറ്റാത്ത കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറത്ത് കളിക്കുക. ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് നല്ല ക്ഷീണം വരിക, കണ്ണടഞ്ഞു പോവുക, നമ്മൾ ഉറങ്ങുന്ന പോലെ തോന്നുമ്പോൾ നമ്മൾ നീപ്പിക്കാൻ നോക്കിയാലും കുട്ടിക്ക് കണ്ണ് തുറക്കാൻ പറ്റാതിരിക്കുക, നമ്മൾ എടുത്തു കഴിഞ്ഞാലും കുട്ടി കുഴഞ്ഞു പോലെ ഇരിക്കുക. അപ്പം അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പാമ്പ് കടി കയറ്റിയാൽ കുട്ടികൾ ഈ ഒരു ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് 1 മണിക്കൂറിൽ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ തൊട്ടടുത്തുള്ള ക്ലിനിക്കിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മളെ ടൈം ഒരുപാട് വേസ്റ്റ് ആവുകയാണ് ചെയ്യുക. കാരണം പാമ്പ് കടി ഏറ്റാൽ നമുക്ക് ഉടനെ കിട്ടുന്നത് ആൻറ്റിവെനമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെറിയ ക്ലിനിക്കിലേക്കൊക്കെ പോയിട്ട് അവിടെ ആൻറ്റിവെനം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കും, ഇപ്പോൾ മെഡിക്കൽ കോളേജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആൻറ്റിവെനം ഉണ്ടാവും, അതേപോലെ താലൂക്ക് ഹോസ്പിറ്റലിൽ ആൻറ്റിവെനം ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ഒന്ന് അന്വേഷിച്ച് വെക്കുക ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് ആൻറ്റിവെനം ഉള്ളതെന്നൊക്കെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ചിലപ്പോൾ നമ്മളെ പ്രദേശത്തൊന്നും പാമ്പുകൾ ഉണ്ടാവില്ല, അപ്പോൾ ഇത് ഇന്നെ ബാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മനസ്സിലാക്കി വെക്കാതിരിക്കരുത്. നമ്മളിതൊക്കെ മനസ്സിലാക്കി വെക്കണം. നമ്മളെ വീടിൻ്റെ ചുറ്റളവിൽ ഏത് ഹോസ്പിറ്റലിലാണ് ആൻറ്റിവെനം ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. കാരണം നമുക്കല്ലെങ്കിലും മറ്റുള്ളവർക്കെങ്കിലും നമുക്കിത് സഹായിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാർ, നമ്മൾ പുറമുള്ള, കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ വിളിക്കാതിരിക്കുക. കാരണം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഫയർഫോഴ്സിലോ പോലീസിലോ ആരെ വിളിച്ചു കഴിഞ്ഞാലും ആ പ്രദേശത്ത് ലൈസൻസോട് കൂടിയിട്ട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുടെ നമ്പറുകൾ ഉണ്ടാവും. പല വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ നമ്പർ വരുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്പറും സേവ് ചെയ്ത് വെക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക.